हरि ओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शांताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभांगं लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यं वन्दे विष्णुं भवभयहरं സർവലോകൈകനാഥം. 22 23 ശ്ലോകം എന്ന് വെച്ചാൽ നമുക്ക് അമൃത്യു. അമൃത്യുർ സർവദൃക്സിംഹ സന്ധാതാ സന്ധിമാൻ സ്ഥിര അജോ ദുർമർഷണ ശാസ്ത വിശ്രുതാത്മാസുരാരിഹ ഗുരുർ ഗുരുതമോ ധാമ സത്യ സത്യപരാക്രമ നിമിഷോ നിമിഷസൃഗ്വി വാചസ്പതി ഉദാരതി. ഇന്നലെ നമ്മൾ അമൃത്യു എന്നുള്ള നാമം വ്യാഖ്യാനിക്കുകയായിരുന്നു. നമ്മൾ പറഞ്ഞു വെച്ച എന്താ വെച്ചാൽ ഓക്കെ, മരണം അനിവാര്യമാണ് ജീവികളെ സംബന്ധിച്ചിടത്തോളം. വെരി സർട്ടൺ. പരബ്രഹ്മം പോയിന്റ് ഓഫ് വ്യൂ, there is no death nor there is birth, but individual വ്യക്തിപരത്തിൽ നമ്മളുടെ അഹങ്കാരം ഉള്ളിടത്തോളം കാലം, ഈ ജീവൻ നിലനിൽക്കുന്നിടത്തോളം കാലം, ജീവനായിട്ട് അഹങ്കാരം താതാത്മ്യം പ്രാപിക്കുന്നിടത്തോളം കാലം ഞാൻ എന്ന് പറയുന്നത് എൻ്റെ ശരീരം, മനസ്സ്, ബുദ്ധിയാണ് എന്ന് ചിന്തിക്കാനേ എനിക്കിപ്പോൾ പറ്റുള്ളൂ എന്നുള്ളൊരു നിഗമനത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ then death is inevitable. അങ്ങനെയാണെങ്കിൽ പിന്നെ അടുത്ത ബെസ്റ്റ് കാര്യം എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഈ നൂലാമാലയിൽ നിന്ന് ഒഴിവാവാൻ മരണത്തിൻ്റെ ഭയം മാറ്റാം. പാമ്പിൻ്റെ വിഷം എടുക്കില്ലേ, പിന്നെ എത്ര കടിച്ചാലും കുഴപ്പമില്ല, അപ്പം എത്ര വേണമെങ്കിൽ മരിച്ചോട്ടെ. മരണത്തിൻ്റെ ഭയം ഇല്ലാതിരുന്നാൽ മതി. ഓക്കെ. രണ്ടാമത്, ഇനി ഇപ്പം നമുക്ക് അബദ്ധം പറ്റി, ജനിച്ചു നമ്മൾ, ഇനിയിപ്പോൾ നിവൃത്തിയില്ല മരിക്കാണ്ട്. ഇനി മരിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? അതിനെന്താ വിദ്യ, എന്താണ്? ഇത് രണ്ടുമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ലെറ്റ് us see to what extent നമുക്ക് പോകാൻ പറ്റും നോക്കാം. നമുക്ക് മരണഭയം ഇല്ലാതാക്കാന്ന് നോക്കും. ഈ മരണഭയത്തിനേക്കാൾ മുമ്പേ ഭയം എന്താന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്താ, വാട്ട് ഈസ് ഭയം? അതില്ലാത്തൊരു മനുഷ്യനുണ്ടോ ലോകത്തിൽ? ആലോചിക്കൂ. പല രീതിയിലുള്ള ഭയം ഉണ്ടാവാം നമുക്ക്, പല പല രീതിയിലുള്ള ഭയങ്ങളുണ്ടാവാം. ഒന്നൊന്നല്ല, ആയിരക്കണക്കിനുള്ള ഭയങ്ങളുണ്ടാവും. ഓരോ മനുഷ്യർക്കും ഒരേ സമയത്ത് പല ഭയങ്ങളുണ്ടാവും. എനിക്ക് തന്നെ ഇപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു 10 ഭയം മനസ്സിൽ കിടന്ന് കൂടിയിട്ടുണ്ടാവും. അതേപോലെ കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും 5ഉം 10ഉം 15ഉം വീതം ഭയങ്ങൾ റെഡി ആയിട്ടുണ്ടാവും, ഒന്നിൻ്റെ പിന്നാലെ ഒന്നായിട്ട്. ഇല്ലേ? ആലോചിച്ച് നോക്കൂ. സത്യമല്ലേ പറയണത്? എൻ്റെ ഭയം ആയിരിക്കില്ല നിങ്ങളുടെ ഭയം, എൻ്റെ ഭയത്തിൻ്റെ കാഠിന്യമാവില്ല നിങ്ങളുടെ ഭയത്തിൻ്റെ കാഠിന്യം, എൻ്റെ ഭയത്തിൻ്റെ വേരിയേഷൻ ആവില്ല നിങ്ങളുടെ ഭയത്തിൻ്റെ വേരിയേഷൻ.
അപ്പോൾ എത്രയോ പെർമിറ്റേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ഉണ്ട്. പക്ഷെ എന്തു തന്നെയായാലും ഭയം എന്നുള്ളൊരു പ്രതിഭാസം നമ്മളുടെ ഉള്ളിലുണ്ട്. ആ പ്രതിഭാസം നമ്മളുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് എൻ്റെ അഭിപ്രായത്തിൽ സത്യം പറഞ്ഞാൽ ഈശ്വരനെ നമ്മൾ സൃഷ്ടിക്കാമെന്ന് തന്നെ കാരണം. ചിലപ്പോൾ തോന്നും ഈശ്വരൻ നമ്മളെ സൃഷ്ടിച്ചതാണോ നമ്മൾ ഈശ്വരനെ സൃഷ്ടിച്ചതാണോ. ശരിക്കും പറഞ്ഞാൽ നമ്മളല്ലേ ഈശ്വരനെ സൃഷ്ടിക്കണത്. എന്തിനു വേണ്ടിയിട്ട്? നമ്മളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, എൻ്റെ പേടി മാറ്റാൻ വേണ്ടിയിട്ട്. അധികം പേടിയായ ഒന്ന് ഭഗവാനെ വിളിക്കുക, ഒന്ന് അമ്പലത്തിൽ പോവുക, ഒന്ന് വഴിപാടിടുക, ഓ സമാധാനമായി എന്ന് പറയും. അപ്പം ഭയമുള്ളിടത്തോളം കാലം നമുക്ക് ഒരു അവലംബം വേണം, ഒരു പിടിവള്ളി വേണം നമുക്ക്. അത് പരബ്രഹ്മാണ്, കാണാൻ പറ്റാത്തതാണ്, കേൾക്കാൻ പറ്റാത്തതാണ്, ഗ്രഹിക്കാൻ പറ്റാത്തതാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് നമ്മുടെ മനസ്സിൽ എന്താ പറയുക, ഉള്ള കയ്യിൽ കൊള്ളത്തക്ക രീതിയിലുള്ളൊരു ഭഗവാനെ നമുക്ക് വേണം. അത് ഓരോരുത്തരും ഉണ്ടാക്കിയിട്ടുമുണ്ട്. എന്ത് പേരും എനിക്ക് വിളിച്ചോളൂ, എനിക്ക് പേരൊന്നുമില്ല, എന്തോ ഒരു ശക്തി ഉണ്ടെന്ന് മാത്രമേ എനിക്കറിയുള്ളൂ, മതി, ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. എന്തോ നമ്മളെക്കാൾ മുകളിലുള്ളൊരു ശക്തി, ആ ശക്തിയിൽ നമ്മൾ ശരണം പ്രാപിക്കുന്നു. എപ്പോൾ? ഭയമുള്ളപ്പോൾ. എപ്പോഴാണ് ഭയം ഇല്ലാത്ത സമയം? നമുക്ക് അങ്ങനെയൊന്നുമില്ല. ഭയമില്ലാത്ത സമയം നമുക്കില്ല. നമ്മളെപ്പോഴും ഭയത്തിലാണ് ജീവിക്കണത്, അല്ലേ? ആലോചിച്ച് നോക്കൂ, ഭയമില്ലാത്തൊരവസ്ഥ എവിടെയുള്ളത് നമുക്ക്? നിസ്സാര ഭയം, അയ്യോ ബസ് കിട്ടണോ, അതൊരു ഭയമാണ്. ഇവനെന്താ ബസ് ഇങ്ങനെ ഓടിക്കണ, ക്രാഷായിട്ട് ഓടിക്കണ, അതൊരു ഭയമാണ്. യാത്ര പോകണം, ടിക്കറ്റ് കിട്ടുകയാണാവോ, റിസർവേഷൻ കിട്ടുകയാണാവോ, അത് ഭയമാണ്. റിസർവേഷൻ ഇങ്ങനെ കുത്തിരിക്കുമ്പോൾ, ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൈഡ് സീറ്റ് കിട്ടുകയാണാവോ, അതൊരു ഭയമാണ്. പുറത്ത് കിട്ടിയാലും പോരാ, സൈഡിലെ പുറത്ത് കിട്ടണം. ട്രെയിൻ ടൈമിന് വരുവാണാവോ, ലേറ്റ് ആവുകയാണാവോ, ബുദ്ധിമുട്ടുണ്ടാവുകയാണാവോ യാത്രയിൽ. അവിടെ ചെന്ന് ഇറങ്ങിയ ടാക്സി കിട്ടുകയാണാവോ, ഓട്ടോ കിട്ടുകയാണാവോ, നടന്നു പോകേണ്ടി വരുവാണാവോ. ഇതൊക്കെയാണ് നമ്മൾ ഭയം. ഈ നമ്മളുടെ കയ്യിലുള്ള ഭയത്തിനുള്ള കാരണം ആലോചിച്ചാൽ, ഒന്ന് നമുക്ക് കോൺഫിഡൻസ് ഇല്ലായ, വിശ്വാസം ഇല്ലായ, ഒന്നിനോടൊരു വിശ്വാസം ഇല്ല നമുക്ക്. എന്നാൽ കയ്യിലിരുമ്പോൾ എന്താ? അങ്ങേയറ്റത്തെ അജ്ഞാനവും. ഒരു പരിധി വിട്ട് നമുക്ക് ഒരറിവുമില്ല. അവിടെ ചെന്ന് ഓട്ടോ കിട്ടുമോ? ആർക്കറിയാം, അറിയില്ല. എങ്ങനെയാ അറിയണത്? അത് നമ്മളുടെ അറിവിന് പരിമിതികളുണ്ട്. ആ പരിമിതി വിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് അജ്ഞാനമാണുള്ളത്. ആ അജ്ഞാനത്തിൽ നിന്നാണ് നമുക്ക് ഭയം ഉണ്ടാവുന്നത്. ജ്ഞാനമുള്ളവൻ എന്ത് ഭയം? ഓട്ടോ കിട്ടില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയമുണ്ടോ? ഓട്ടോ കിട്ടില്ലെങ്കിൽ ഓട്ടോ കിട്ടില്ല, ദാറ്റ്സ് ഓൾ, എൻഡ് ഓഫ് ഇറ്റ്. പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും. അപ്പോൾ നമുക്കറിയില്ല, വെപ്രാളാണ്. ബസ് കിട്ടുമോ, ബസ് പോവോ, ജോലി കിട്ടുമോ, ജോലി പോവോ, ഇന്ന് ശമ്പളം കിട്ടുമോ, നാളെ ശമ്പളം കിട്ടുമോ, ഓണത്തിന് ബോണസ് ഇന്ന് കിട്ടുമോ, നാളെ കിട്ടുമോ, അടുത്ത മാസം കിട്ടുമോ, തരില്ല എന്ന് പറയുമോ, തരുമെന്ന് പറയുമോ. ഒക്കെ അജ്ഞാനം കൊണ്ടുള്ള ഭയവും കോൺഫിഡൻസും ഇല്ലാത്ത ഭയവും ഉണ്ടാവും നമുക്ക് നമ്മൾ തന്നെ വിശ്വാസമില്ല. അപ്പോൾ ലാക്ക് ഓഫ് കോൺഫിഡൻസ്, പ്രസൻസ് ഓഫ് ഇഗ്നറൻസ്, രണ്ടാണ് ഭയത്തിൻ്റെ കാരണം. സമ്മതിച്ചു? അപ്പോൾ നമ്മൾ പറഞ്ഞു എല്ലാവർക്കും ഭയമുണ്ട്, പല രീതിയിലാണ് എല്ലാവരുടെ ഭയങ്ങളും. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും മഹർഷിമാർ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്, കുട്ടികളെ, നിങ്ങളുടെ കയ്യിൽ, ഓരോരുത്തരുടെ കയ്യിലും ഓരോ തരത്തിലുള്ള ഭയങ്ങളല്ലേ ഇരിക്കുന്നത്, പല രീതിയിലുള്ള ഭയങ്ങളല്ലേ. സമയത്തിന് ചോറ് കിട്ടണമാവോ, അതൊരു ഭയം. സമയത്തിന് സ്കൂളിലെത്താൻ പറ്റുമോ, അല്ലെങ്കിൽ കോളേജിലെത്താൻ പറ്റുമോ, അതൊരു ഭയം. പരീക്ഷ പേപ്പർ ടഫാവുമോ, അതൊരു ഭയം. എഴുതിക്കഴിഞ്ഞാൽ ആ എഴുതിയ ഉത്തരം ശരിയാണോ, എത്ര മാർക്ക് കിട്ടും, പാസ്സാവുമോ, അതൊരു ഭയം. അപ്പോൾ പല രീതിയിലുള്ള ഭയങ്ങളല്ല നമ്മൾ ജീവിക്കുന്നത്. വി ആർ ദ മിഡ്സ്റ്റ് ഓഫ് എ ഫിയർ.
ഋഷിമാർ പറഞ്ഞു, നിങ്ങൾക്ക് ഇത്രയും ആൾക്കാർക്ക്, ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ലക്ഷത്തരത്തിലുള്ള ലക്ഷക്കണക്കിനുള്ള ഭയങ്ങളില്ലേ? ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ആകെ ഈ ലോകത്തിൽ 3 തരത്തിലുള്ള ഭയങ്ങളേ ഉള്ളൂ. ഇയാൾക്ക് വട്ട് പിടിച്ചു എന്നാണ് തോന്നണം കേട്ടോ. വട്ടല്ല മോനെ, 3 തരത്തിലുള്ള ഭയങ്ങളേ ഉള്ളൂ ലോകത്തിൽ. അപ്പം ഞങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ളതോ? അതൊക്കെ കാറ്റഗറൈസ് ചെയ്ത് നോക്കൂ. നിങ്ങളൊരു കാര്യം ചെയ്യൂ, 3 പെട്ടി അവിടെ വയ്ക്കൂ. 3 പെട്ടി ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് ഓരോരുത്തരും ആ പെട്ടിയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുക എന്നിങ്ങനെ ആലോചിക്കുക, 3 പെട്ടിയുടെ മുമ്പിൽ. എന്നിട്ട് നിങ്ങളുള്ള ഭയങ്ങളെല്ലാം ഏത് രീതിയിലുള്ള ഭയം നോക്കുക. ഏത് പെട്ടിയിലാണ് നിങ്ങളുടെ ആ ഭയം കൊള്ളുക? ആദ്യത്തെ പെട്ടിയിൽ കൊള്ളൂ. ആ ഭയം ആദ്യത്തെ പെട്ടിയിൽ കൊള്ളണ ഭയമൊക്കെ ആദ്യത്തെ പെട്ടിയിലിട്ടോളൂ. ഇനിയുള്ള ഭയമൊന്നും ആദ്യത്തെ പെട്ടിയിൽ കൊള്ളുക, ആ കാറ്റഗറിയിൽ പെട്ടതല്ല എൻ്റെ. എന്നാൽ രണ്ടാമത്തെ പെട്ടിയിൽ കൊള്ളുമോ? രണ്ടാമത്തെ പെട്ടിയുടെ പേരെന്താ? അത് എന്നെ പേരാ. അത് അതിൽ കൊള്ളും, കുറേ അതിൽ കൊള്ളും കേട്ടോ. എന്നാൽ അതിൽ കൊള്ളേണ്ട കയ്യിലിടൂ. ഇനിയില്ലേ കുറച്ച് ബാക്കി? അതോ മൂന്നാമത്തെ പെട്ടിയിൽ കൊള്ളേണ്ടതാണോ അതൊക്കെ? ആ പെട്ടിയിലുള്ള കാറ്റഗറിയാണോ മൂന്നാമത്തെ കയ്യിലുള്ളതൊക്കെ കാര്യം? കയ്യിരിപ്പൊക്കെ ഭയങ്ങളൊക്കെ ഉള്ളത് അതാണോ? അത് കുറേ അതിൽ പോകുന്നതാണ്. ഓരോന്ന് ഇട്ട് നോക്കുമ്പോൾ ഇപ്പോൾ കയ്യിലൊന്നും ഇല്ലല്ലോ. അതവിടെ പോയി കയ്യിലുണ്ടായിരുന്നൊക്കെ അതൊക്കെ ഈ 3 പെട്ടിയിലും കൂടി അങ്ങോട്ട് മാറ്റി. അപ്പോൾ 3 കാറ്റഗറിയല്ലേ ഉള്ളൂ. എവിടെ നിങ്ങളുടെ ഈ ലക്ഷക്കണക്കിന് ഭയമുള്ളത്? വെറുതെ പറയുന്നേ. ആ ഭയം ഈ ഭയം എന്നൊക്കെ 3 ഭയമുള്ളൂ ലോകത്തിൽ. അതേതൊക്കെയാണെന്ന് മഹർഷിമാർ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പറയാം. ഒന്ന് അജ്ഞാന ഭയം. ശ്രദ്ധിച്ച് കേൾക്കണേ. അജ്ഞാന ഭയം, ജ്ഞാനമില്ലാത്തത് കൊണ്ടുള്ള ഭയം. ഫിയർ ഔട്ട് ഓഫ് ഇഗ്നറൻസ്. എനിക്കത് അറിയില്ലല്ലോ, ഞാൻ അവിടെ പോയിട്ട് എന്താ ചെയ്യുക? ഇതൊന്നും അറിയില്ലല്ലോ, എനിക്ക് അതാണല്ലോ, ഇതാണല്ലോ, മറ്റേ കാര്യം എനിക്കറിയില്ലല്ലോ, ഈ കാര്യം എനിക്കറിയില്ലല്ലോ. അറിവില്ലായ്മ കൊണ്ടുണ്ടാകുന്ന 100 കണക്കിനുള്ള ഭയങ്ങൾ, വ്യത്യസ്ത രീതിയിലുള്ള ഭയങ്ങളെല്ലാം കാറ്റഗറൈസ് ചെയ്ത് അജ്ഞാന ഭയം. രണ്ടാമത്തത് ദുഃഖഭയം. ദുഃഖമുണ്ടാവുമോ എന്നുള്ള ഭയം. സുഖത്തിന് വിഘ്നം വരുമോ എന്നുള്ള ഭയം. സുഖം കിട്ടാണ്ടിരിക്കുമോ എന്നുള്ള ഭയം. എന്തോ ആവട്ടെ, അതാ പെട്ടിയിലിടുക. മൂന്നാമത്തത് മരണഭയം. മരണം എന്ന് വിചാരിച്ചാൽ നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ട്, ഫിസിക്കൽ ബോഡിയുടെ നോൺ എക്സിസ്റ്റൻസ് അല്ല, അല്ലെങ്കിൽ ഡിപ്പാർച്ചർ അല്ല. മരണം മീൻസ് ചേഞ്ച്, എനി ചേഞ്ച്. അപ്പോൾ മാറ്റം വരുന്നതിനുള്ള പേടി, ഇൻക്ലൂഡിങ് ദേഹത്തിൻ്റെ മാറ്റം വരുന്നതിനുള്ള പേടി. അപ്പോൾ 3 ഭയമാണ് ഉള്ളത്. ഇനി ഒന്ന് വീട്ടിൽ പോയിട്ട് ഹോംവർക്ക് ചെയ്ത് നോക്കൂ. 4ാമത്തെ ഒരു കാറ്റഗറി ഫലം നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ടോ റെസിഡ്യൂലായിട്ടെന്ന്? ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു പറയൂ. ഒന്നുകിൽ നിങ്ങളുടെ കാറ്റഗറൈസേഷൻ തെറ്റിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ മഹർഷിമാർ പറഞ്ഞത് തെറ്റ്. മനസ്സിലായില്ലേ? അതൊന്ന് നോക്കൂ, ഒരു പരീക്ഷണം നടത്തൂ. എന്നിട്ട് നിങ്ങളുടെ ഭയം, മനസ്സിലുള്ള എല്ലാ ഭയവും കൂടി 3 പെട്ടിയിലും കൂടി കൊള്ളില്ലേ നോക്കൂ. ജസ്റ്റ് നോക്കിയാൽ മതി. പിന്നെ തിരിച്ചിങ്ങോട്ട് എടുത്തോളൂ. ഇല്ലെങ്കിൽ ഭയം ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. പെട്ടിയിലിട്ട് പോരരുത്. ഭയം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാം, ഒരാഴ്ച മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല. ഭയം ഇല്ലാച്ചാൽ നമ്മൾ ജീവിക്കുന്നത് ഭയം കൊണ്ടാ. മനസ്സിലായോ? ഇതിന് അവരൊരു ഒറ്റമൂലികയും തന്നിട്ടുണ്ടോ നമുക്ക്? അജ്ഞാന ഭയം, ദുഃഖഭയം, മരണഭയം. ഇത് കുറച്ച് കടന്ന കൈയാണ് മൂലിക. ചികിത്സ കുറച്ച് കടന്ന ചികിത്സയാണ്. പെട്ടെന്ന് അങ്ങോട്ട് എല്ലാവർക്കും പറ്റണ മരുന്നല്ല അത്. എല്ലാവർക്കും പറ്റണ മരുന്ന് നമുക്ക് മെല്ലെ ആലോചിക്കാം. ഇതിപ്പോൾ സംഭവം പറഞ്ഞു വന്നുകൊണ്ട് ഞാൻ പറയണം, അങ്ങനെ ഒരു മൂലികയും മഹർഷിമാർ നിശ്ചയിച്ചിട്ടുണ്ട്. ഈ 3 തരത്തിലുള്ള ഭയവും മാറ്റാൻ 3 കൂടിയിട്ട് ചിലപ്പോൾ ഈ അജ്ഞാന ഭയവും ദുഃഖഭയവും ഒക്കെ ഇൻ്റർലിങ്ക്ഡ് ആവും ചിലപ്പോൾ. മനസ്സിലായില്ലേ? മരണഭയം വേറെ, അജ്ഞാനം കൊണ്ടുണ്ടാവുന്ന ഭയം ചിലപ്പോൾ ദുഃഖം ദുഃഖം വരില്ലോ എന്ന് ഉള്ള ഭയം കൊണ്ടായിരിക്കും അത്. അപ്പോൾ രണ്ടും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇൻ്റർലിങ്ക്ഡാണ്. അപ്പം മഹർഷിമാർ പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് എല്ലാ ഭയവും അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരൊറ്റ മൂലിക അങ്ങോട്ട് തരും, ഒരു കഷായക്കൂട്ട്. അതാ കഴിക്കുക. ആ കഷായക്കൂട്ട് എന്താ?
മഹർഷിമാർ പറഞ്ഞു, പ്രിസ്ക്രിപ്ഷൻ എഴുതി പേര് വയസ്സ് എന്നൊക്കെ എഴുതിയിട്ട് ഒന്ന് ഇത് എഴുതിയറിയോ? ചിദാനന്ദ, സച്ചിദാനന്ദ എന്ന് എഴുതി. സച്ചിത് ആനന്ദ, സച്ചിദാനന്ദ അമൃത്, അതാണ് മരുന്ന്. സച്ചിദാനന്ദ വടകം, ഇനി സച്ചിദാനന്ദ കഷായം, സച്ചിദാനന്ദ കൗത്വം, അതാണ് മരുന്ന്. സച്ചിദാനന്ദം. മരണം എന്ന് പറയുന്നത് ഇല്ലായ്മയാണ്, സത്തല്ല. സത്ത ഈസ് നിത്യം. അപ്പം നിത്യത്വം ഇല്ലായ്മയാണ് മരണം, അല്ലേ? അനിത്യമായിട്ടുള്ളതാണ് മരണം. അതല്ലേ ചേഞ്ച് എന്ന് പറയുന്നത്? ചേഞ്ച് ഈസ് അനിത്യം. ദാറ്റ് വിച്ച് ചേഞ്ചസ് ഈസ് ഡെത്ത്. സോ നിത്യമല്ലാത്തതാണ് മാറുക. നിത്യമായിട്ടുള്ളത് എങ്ങനെയാണ് മാറുക? നിത്യ സർവഗതസ്ഥാണു, ഭഗവാന് മാറ്റമില്ലല്ലോ. അപ്പം അതിന് എന്ത് മരുന്നാണ് കഴിക്കേണ്ടത്? സത്ത് എന്താണെന്ന് മനസ്സിലാക്കുക. ആദ്യം സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുക, നിത്യം എന്താണെന്ന് മനസ്സിലാക്കുക. സച്ചിദാനന്ദ, സത്യവും റിയലും അൺറിയലും പാലും വെള്ളവും മാറ്റാനുള്ള നീരക്ഷീര വിവേകം ഉണ്ടാവുക മനസ്സിൽ. സച്ചിത് ആനന്ദ എന്നുള്ളതിലത്തെ സത്ത് എന്നുള്ള കെമിക്കൽ കോമ്പോസിഷൻ ആ മരുന്ന് മരണഭയത്തിന് മാറ്റും. ഇനി ദുഃഖഭയത്തിനാണ് ആനന്ദം. എങ്ങനെയാണ് ആനന്ദം ഉണ്ടാക്കുക മനസ്സിൽ? എന്തോ ആനന്ദം ഉണ്ടാക്കാനുള്ള രീതിയൊക്കെ നമുക്ക് പിന്നെ പറയാം. ആനന്ദം മനസ്സിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ദുഃഖഭയം ഉണ്ടാവില്ല. അപ്പോൾ ആനന്ദം ഒരു കൂട്ടായി. അജ്ഞാനഭയം, ചിത്ത്, നോളജ്. അജ്ഞാനത്തിന് എന്താ മറുമരുന്ന്? ആനന്ദം, എന്താ പറയുക, ജ്ഞാനം തന്നെ. ചിത്ത്, ചിത്ത് മീൻസ് നോളജ്. അപ്പം സത്ത്, ചിത്ത്, ആനന്ദ്. മരണഭയത്തിനും അജ്ഞാനഭയത്തിനും ദുഃഖഭയത്തിനും മൂന്നും കൂടി ഒറ്റ കൂട്ട് സച്ചിദാനന്ദ്. മനസ്സിലായോ? അത് കുറച്ച് കടന്ന മരുന്നാണ്. പെട്ടെന്ന് അങ്ങോട്ട് നമുക്ക് പ്രാക്ടീസിലേക്ക് കൊണ്ടുവരുത്താൻ ആ മരുന്ന് കൂട്ടുണ്ടാക്കാനും പിടിക്കാനും കഴിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാകും. അപ്പോൾ അങ്ങോട്ട് നമുക്ക് പിന്നെ പോവാം. ഏതായാലും നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് എത്തേണ്ടി വരും, ആ മരുന്ന് കഴിക്കേണ്ടി വരും അവസാനം. ഇതൊക്കെ പറഞ്ഞാലും ഏതായാലും നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിലേക്ക് ഇനി പോവാം. അപ്പോൾ നമ്മൾ കണ്ടു മരണം നമുക്ക് ഇന്നെവിറ്റബിൾ ആയിട്ടുള്ളതാണ്, മാറ്റാൻ പറ്റാത്തതാണ്. അപ്പം അതിനെ ഭയമില്ലാണ്ട് എങ്ങനെ ആക്കാൻ പറ്റും? അതിനെന്താ വഴി? ഭയത്തിൽ നിന്ന് മരണഭയത്തിൽ നിന്ന് മുക്തി നേടാൻ, മരണത്തിൽ നിന്ന് മുക്തി നേടാനല്ല, മരണഭയത്തിൽ നിന്ന് മുക്തി നേടാൻ ആ മരണം വാറണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ആളെ പിടിക്കല്ലേ എളുപ്പം, അല്ലേ? കൺട്രോളർ ഓഫ് ഡെത്ത്, അല്ലേ? അതല്ലേ, അങ്ങോട്ടാണല്ലോ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്. അങ്ങോരെ പിടിക്കല്ലേ നല്ലത്, ഭഗവാനെ പിടിക്കല്ലേ നല്ലത്, ആ ദേവനെ പിടിക്കല്ലേ നല്ലത്. അപ്പം ഭയം മാറ്റാൻ എന്താ ചെയ്യേണ്ടത് നോക്കുക. മരിക്കുമ്പോൾ ഭയം ഉണ്ടാവുമല്ലോ. അതെ, ഞാൻ വരാം, എന്നൊരു കാര്യം ചെയ്തോളൂ, എന്നെ കുറച്ച് ക്ലോറോഫോം കൊടുത്തിട്ട് കൊണ്ടുപോകോളൂ, ഇല്ലെങ്കിൽ ഒന്ന് ലോക്കൽ അനസ്തീഷ്യയെങ്കിലും കൊടുത്തിട്ട് കൊണ്ടുപോവുക. കൊണ്ടുപോകേണ്ടത് ഞാൻ അറിയരുത് കേട്ടോ, ഇല്ലേ? അപ്പോൾ ഭയം ഉണ്ടാവുക ഇല്ലല്ലോ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മരിച്ചു ഇല്ലയോ നമുക്ക് അറിയില്ലല്ലോ. മരിക്കുമ്പോഴത്തെ ഒരു ഭയമല്ലേ ഉള്ളൂ. മരിക്കുന്നതിന് മുമ്പേ മരിച്ചാലോ എന്നുള്ളൊരു ഭയമല്ലേ ഉള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയ്യോ ഞാൻ മരിച്ചില്ലോ എന്നുള്ള ഭയം ഉണ്ടാവില്ലല്ലോ. ശരിയല്ലേ? അപ്പം ആ മരിക്കുമ്പോഴത്തെ ഒരു വെപ്രാളേ ഉള്ളൂ. അതിനെന്താ ചെയ്യുക? ആ ഭയം ഇല്ലാണ്ടാക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? താൽക്കാലികമായിട്ട് മനസ്സിനൊരു ചെറിയൊരു ക്ലോറോഫോം കൊടുക്കുക. അപ്പോൾ ഓപ്പറേഷൻ സക്സസ്ഫുൾ, പേഷ്യൻ്റ് ഡൈഡ് ആയിക്കോട്ടെ. അപ്പോൾ എങ്ങനെയായി മനസ്സിന് ക്ലോറോഫോം കൊടുക്കുക? അതിനാണ് നമ്മളുടെ പൂർവികന്മാർ പ്രാർത്ഥിച്ചിരുന്നത്. നിങ്ങളെല്ലാവരും ചെല്ലുന്നൊരു ശ്ലോകമുണ്ട്, അതിന് രണ്ടുപേരും ഞാൻ പറയാം. അനായാസേന മരണം വിനാദൈന്യേന ജീവനം, അല്ലേ? ഭഗവാനെ അനായാസേന മരണം, ഓരോ ബുദ്ധിമുട്ടും ഇല്ലാതെ അങ്ങോട്ട് കൊണ്ടുപോകണേ. വിനാദൈന്യേന ജീവിതം, ദൈന്യമില്ലാത്ത ജീവിതമാവണേ.
ഒരു ബുദ്ധിമുട്ടുകളും ആർക്കും എനിക്കും മഞ്ഞിനും ഒന്നും ഉണ്ടാക്കാത്ത രീതിയിലുള്ളൊരു ജീവിതവും അറിയാതെ കണ്ടുള്ളൊരു മരണവും. ഡൈഡ് വയൽ ഇൻ ക്ലോറോഫോം ആവണേ. എന്നാൽ അതങ്ങടെ ആയിക്കൂടെ? അങ്ങനെ അങ്ങടെ ആയിക്കൂടെ? എന്താ ബുദ്ധിമുട്ട്? ഇതിനെന്തിനാ പ്രാർത്ഥിക്കണം നമ്മളൊരാളെ? അവിടെയല്ലേ പ്രശ്നം, അവിടെയല്ലേ പ്രശ്നം. നമ്മളുടെ ഉള്ളിൽ ഇരിക്കുന്ന ഒരു 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 വില്ലനുണ്ട്, അഹങ്കാരം. അവൻ നമ്മൾ മരിക്കുന്നുള്ള കാര്യം അംഗീകരിക്കുകയില്ല. അതാണ് പ്രശ്നം. അംഗീകരിച്ചു കഴിഞ്ഞാൽ അവൻ എന്തിനൊക്കെ കൂട്ടു നിൽക്കും, നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ അവൻ പറയേണ്ടത് മരിക്കേ. വാട്ട് ആർ യു ടോക്കിംഗ്? യു ആർ എറ്റേണൽ. നിങ്ങൾ മരിക്കേ? വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ്? മരണം എന്ന് പറഞ്ഞത് മരിക്കില്ല. മരിക്കുന്ന നമുക്ക് നല്ലപോലെ അറിയാം. പക്ഷെ എന്നാലും സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറില്ല ഞാൻ. എന്തോ ഒരു ബുദ്ധിമുട്ട്. ഐ ആം എറ്റേണൽ. മറ്റവരെ അവരൊക്കെ മരിക്കും. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഞാൻ മരിക്കില്ല. പറയും, സത്യം പറയും. അങ്ങനെയല്ലേ നമ്മളുടെ ജീവിത ശൈലി? അങ്ങനെയല്ലേ? എല്ലാവരും മരിക്കും, ഞാൻ മാത്രം മരിക്കില്ല എന്നുള്ളൊരു ഭാവത്തോട് കൂടിയിട്ടല്ലേ നമ്മളുടെ എല്ലാ പ്രവൃത്തിയും. ഇതല്ലേ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതം. അഹന്യഹന്യഭൂതാനി ഗച്ഛന്തി ഹയമാലയേ തേഷാം സ്ഥാവരം ഇച്ഛന്തി കിം ആശ്ചര്യമിതപ്പരം. യജ്ഞപ്രശ്നത്തിൽ ഏറ്റവും വലിയ ആശ്ചര്യം എന്താ യുധിഷ്ഠിരാന്ന് ചോദിക്കുകയാണ് യക്ഷൻ. അനുജന്മാരവിടെ മരിച്ചു കൊടുക്കുന്നു. കറക്റ്റ് ഉത്തരം പറഞ്ഞാൽ ക്വിസ് ആൻസർ നെഗറ്റീവ് മാർക്കൊന്നുമില്ല. ചോദിച്ചാനൊക്കെ കറക്റ്റായിട്ടുള്ള ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ ചോദ്യത്തിനും ഉത്തരം കറക്റ്റായിട്ട് പറഞ്ഞാൽ ഇവരെ ജീവനോടെ തരാം, ഇല്ലെങ്കിൽ ഇവരൊക്കെ മരിക്കും, നീയും ചാവും. കറക്റ്റ് ചോദിച്ചിട്ട് പോകേണ്ട വേല ചോദിച്ച് ഉത്തരം പറഞ്ഞു. 100 ചില്ലാനും ചോദ്യങ്ങൾ ചോദിക്കും ക്വിസ്. എല്ലാറ്റിനും യുധിഷ്ഠിരൻ മറുപടി പറയും. അങ്ങനെ ചോദിച്ചതിൽ ഒരു ചോദ്യമാണത്. ലോകത്തിൽ വെച്ച ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? താജ്മഹലാണോ? ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയാണോ? ഹാങ്ങിങ് ഗാർഡൻ ഓഫ് ബാബിലോൺ ആണോ? യുധിഷ്ഠിരൻ അതൊന്നുമല്ല പറഞ്ഞു. യുധിഷ്ഠിരൻ പറഞ്ഞു, അഹന്യഹന്യഭൂതാനി ഗച്ഛന്തി ഹയമാലയേ. അഹന്യ ഭൂതാനി. ദിവസം തോറും ഭൂതങ്ങളെ മീൻസ് ജനിച്ചവര് ഗച്ഛന്തീഹ യമാലയെ, ഹിമാലയത്തിലേക്കല്ല, യമാലയത്തിലേക്ക് എങ്ങനെ പോകുന്നു നമുക്ക് കാണാം. പ്രൊസഷൻ ഡെയിലി ഒന്നല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ ആൾക്കാർ ഇങ്ങനെ കൊണ്ടുപോകണ കാണാം. ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് പറഞ്ഞിട്ട് മഞ്ചം കൊണ്ടുപോകണ കാണാം നമുക്ക്. ഫ്യൂണറൽ പ്രൊസഷൻ ദിവസേന നമ്മൾ കാണും. ഓരോരുത്തരും ഇങ്ങനെ മരിക്കണം. ആ പേപ്പറങ്ങ് എടുത്ത് നോക്കൂ, മാതൃഭൂമി, ഈ മനോരമ, ആ 8ാമത്തെ പേജിൽ നോക്കൂ, ഒരു 10-100 ആൾക്കാരുടെ പേരുണ്ടാവും. ഇവരൊക്കെ പോയി. നമ്മളിത് ഓരോരുത്തരുടെ പേരും എടുത്ത് വായിക്കും, നമ്മളതിലുണ്ടോ ഇല്ലയെന്നറിയാൻ. വായിച്ചു കഴിയുമ്പോഴാണ് സമാധാനം. ഞാൻ ഈ ലിസ്റ്റിൽ പെട്ടിട്ടില്ലല്ലോ. പരീക്ഷയിൽ കുട്ടികൾ നോക്കില്ലേ നമ്പർ ഉണ്ടോയെന്ന്, ജയിച്ച നമ്പർ ഉണ്ടോയെന്ന്, എക്സാമിനേഷൻ നമ്പർ. അത് നോക്കണ പോലെ നമ്മൾ നോക്കുക. അപ്പോൾ നമുക്കറിയാം ആരും ഇവിടെ സ്ഥിരമായിട്ടില്ല, എല്ലാവരും പോകുന്നു. പക്ഷേ തൻ്റെ വിചാരം എന്താ? ഞാൻ ശാശ്വത. അഹന്യഹന്യഭൂതാനി ഗച്ഛന്തി ഹയമാലയേ തേഷാം സ്ഥാവരം ഇച്ഛന്തി. ബാക്കിയുള്ളവര്, ഞാൻ ശേഷിക്കുന്നവൻ, സ്ഥാവരം ഇച്ഛന്തി, പെർമനൻ്റാണ് ഞാൻ ഇവിടെ. കിം ആശ്ചര്യമിതപ്പരം. ഇതിലും വലിയൊരു ആശ്ചര്യം ഉണ്ടോ ലോകത്തിലെന്ന് ചോദിക്കുകയാണ്. നിത്യവും ജീവജാലങ്ങൾ കാലനോർക്കു കടക്കവേ ശേഷിപ്പോർ സ്ഥിരമെന്നോർപ്പു, എന്താശ്ചര്യം ഇതിൽ പരം. ഇതൊരു ഭംഗിയായിട്ടുള്ള തർജ്ജമ തമ്പുരാൻ്റെ കണ്ടു. അഹന്യഹന്യഭൂതാനി, നിത്യവും ജീവജാലങ്ങൾ, ഗച്ഛന്തി ഹയമാലയെ, കാലനോർക്കു കടക്കവേ, തേഷാം സ്ഥാവരമിച്ഛന്തി, ശേഷിപ്പോൾ സ്ഥിരമെന്നോർപ്പു, കിമാശ്ചര്യമിതപ്പരം.
എന്താ ആശ്ചര്യം ഇതിൽ പരം. അപ്പം എല്ലാവരും വിചാരം അങ്ങനെയില്ല, ഞാൻ മരിക്കില്ല, എല്ലാവരും മരിക്കും. രസകരമായിട്ടുള്ള സംഭവം പറയട്ടെ. ഒരു 84 വയസ്സായി ഒരു കാരണവപ്പാട്. അയാളുടെ കൊച്ചുമോൻ കാലത്ത് രണ്ടുപേരും കൂടി നടക്കാൻ പോകും. ഈ കഥ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞ പോലെ റെപ്പിറ്റേഷനായിട്ട് കരുതുക. കേൾക്കാത്തവർ കേൾക്കുക, കേട്ടവർ ഒന്നുകൂടി കേൾക്കുക. അപ്പോൾ ഈ കാരണവപ്പാടും കൊച്ചുമോനും ദിവസേന നടക്കാൻ പോകും. ഒരു 2 കിലോമീറ്റർ നടക്കും, തിരിച്ച് വീട്ടിലേക്ക് വരും. മോർണിംഗ് വാക്ക് 2 പേർക്കുമായി. അങ്ങനെ നടന്നു പോകുമ്പോൾ ചില പാടോ ഈ ചെറിയ കുണ്ടോ കുഴിയൊക്കെ ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക, വാക്കിംഗ് സ്റ്റിക്ക് ഉണ്ട്. വാക്കിംഗ് സ്റ്റിക്കിൻ്റെ ഒരു തല മോൻ പിടിക്കും, ഒരു തല മുത്തശ്ശനും പിടിക്കും. മോൻ മുഖം അടക്കും, മുത്തശ്ശൻ പിന്നാലെ വടിയും പിടിച്ച് പിന്നാലെ നടക്കും. അങ്ങനെയാണ് പോവുക. അങ്ങനെ പോവും. ദിവസം പോവും, വരും. അങ്ങനെ കുറേ കാലങ്ങളായി ഇങ്ങനെ പോയി തുടങ്ങിയിട്ട് വരും. അപ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ 84-ാം പിറന്നാളൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് എല്ലാവരും വീട്ടിൽ വന്ന് സദ്യയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അങ്ങനെ നടന്ന് പോവുകയാണ്. പോകുമ്പോൾ കാരണവപ്പാട് മോനോട് ചോദിച്ചു, അല്ല ഉണ്ണിയെ, നന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്താ ചോദിച്ചോളൂ മുത്തശ്ശ. അല്ല, ഞാൻ അങ്ങനെ ആലോചിക്കുകയായിരുന്നു ഇന്നലെ അവിടെ അങ്ങനെ കിടന്നിട്ടേ, എൻ്റെ കാലം കഴിഞ്ഞാൽ പിന്നെ എന്നെ ആരോട് അങ്ങനെ കൊണ്ടുപോവുക. കേട്ടോ? 8 വയസ്സ് 9 വയസ്സായിട്ടുള്ള കൊച്ചുമോൻ അവനോട് ചോദിക്കുകയാണ്, 84 വയസ്സായിട്ടുള്ള കാരണവപ്പാട്, എൻ്റെ കാലം കഴിഞ്ഞാൽ പിന്നെ എന്നെ ആരാ മോർണിംഗ് വാക്കിന് കൊണ്ടുപോകാൻ. തേഷാം സ്ഥാവരം ഇച്ഛന്തി കിം ആശ്ചര്യമിത പരം. അത്ര ശരിയല്ലേ? ഇതിലും വലിയൊരു വണ്ടറുണ്ടോ ലോകത്തിൽ? അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അനായാസേനയായിട്ടുള്ള മരണം നമുക്കുണ്ടാവുക, ഭയമില്ലാത്ത മരണം ഉണ്ടാവുക. മരണമില്ലെങ്കിൽ നമുക്ക് മരണത്തിന് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. മരണം ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. നമുക്ക് അതിനെക്കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് നമുക്ക് മരണം അതിജീവിക്കാൻ പറ്റില്ല. പക്ഷെ മരിക്കുന്നത് അനായാസനമായിട്ടാവാം. പ്രാർത്ഥിച്ചൂടെ നമുക്കത്? ഭഗവാൻ വരം ഗ്രാൻഡ് ചെയ്യട്ടെ. നമുക്കിതൊരു അപ്ലിക്കേഷൻ കിട്ടുന്നതുകൊണ്ട് എന്താ കുഴപ്പം? ജോലി കിട്ടിയാൽ കിട്ടട്ടെ. അനായാസേന മരണം വിനാദൈന്യൻ്റെ ജീവൻ എന്നുള്ളൊരു പ്രാർത്ഥന നമുക്ക് ഭഗവാനോട് ദിവസേന അമ്പലത്തിൽ പോകുമ്പോൾ ചൊല്ലിയോണ്ട് എന്താ കുഴപ്പം? പക്ഷെ അത് ഉള്ളിലിരിക്കുന്ന ഈ അഹങ്കാരം സമ്മതിക്കില്ലേ. താൻ എന്താടോ പറയണത്, താൻ മരിക്കില്ലടോ എന്ന് പിന്നാലെ നടന്നിങ്ങനെ പറയണേ. അപ്പം നമുക്കും തോന്നും ശരിയല്ലേ തോന്നും. അപ്പോൾ തൽക്കാലം അവനോടൊന്ന് ഷട്ടപ്പ് പറയാം. ആരോട്? നമ്മളുടെ ഉള്ളിലിരിക്കണ ആ കുണ്ടാമുണ്ടി പിടിച്ച മനുഷ്യനുണ്ടല്ലോ, അഹങ്കാരം, അവനോട് പറയാം, താൻ മിണ്ടാണ്ടിരിക്കുക കുറച്ച് നേരം. അമ്പലത്തിൽ വരുമ്പോൾ തൻ്റെ അഹങ്കാരമൊന്നും കാണിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. പുറത്ത് വന്നിട്ട് തൻ്റെ കളി എന്താ വെച്ചാൽ കളിച്ചോളാം, ഞാൻ അതിന് കൂട്ട് നിൽക്കാം, ഇവിടെ വന്നിട്ട് വേണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ടൊരു 10 മിനിറ്റ് അവിടെ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുമോ ഭഗവാന്റെ മുമ്പിൽ, അല്ലെങ്കിൽ പൂജാമുറിയിൽ, അനായാസേന മരണം വിനാദൈന്യൻ്റെ ജീവനെന്ന്. ഭഗവാനെ, എനിക്കൊന്നും വേണ്ട, വേറെ ഒന്നും വേണ്ട, ഈ മരണഭയം ഒന്ന് ഒഴിവാക്കി കിട്ടുക. പോണ നേരത്തെ ഒരു ക്ലോറോഫോം തന്നിട്ട് കൊണ്ടുപോവുക, അത്രേ വേണ്ടു പറയണം. അത് നമുക്ക് ചെയ്യുന്നതുകൊണ്ട് എന്താ കുഴപ്പം? അപ്പോൾ ആദ്യത്തെ ഉത്തരം നമുക്ക് കിട്ടിയില്ലേ, അങ്ങനെ ചെയ്തുകൂടെ? അതൊരു ടെമ്പററി റിസൾട്ടല്ലേ? ഇത്തവണത്തെ മരണം അവോയ്ഡ് ചെയ്തുകൂടെ? ഇനി വരാൻ പോണ മരണങ്ങൾ നമുക്ക് എങ്ങനെയല്ല ഉണ്ടാക്കുക? ഇത്തവണ എന്തോ അബദ്ധം പറ്റി, ഇനി എന്താ ചെയ്യുക? മരിക്കാതെ ഇരിക്കാൻ ഒറ്റ വഴിയുള്ളൂ, ജനിക്കാണ്ടിരിക്കുക. ജനനം ഉണ്ടെങ്കിൽ മരണമുണ്ട്. അപ്പോൾ മരണം ഇല്ലാണ്ടിരിക്കാൻ എന്താ വഴി? ഇത് സിമ്പിൾ. 2ാം ക്ലാസ് കുട്ടികളോട് ചോദിച്ചാലും പറയും. മോനെ ഇവിടെ വന്നേ, എല്ലാവരും ജനിച്ചവരൊക്കെ മരിക്കും, മരിക്കാണ്ടിരിക്കണമെങ്കിൽ എന്താ ചെയ്യുക? അതിനെന്താ ജനിക്കാണ്ടിരിക്കണം? ഉത്തരം പറയും ഇല്ലേ? അത്ര ക്ലിയർ അല്ലേ ഇത്? അപ്പോൾ ജനിക്കാണ്ടിരിക്കാൻ എന്താ ചെയ്യുക എന്നാണ് പിന്നത്തെ ചോദ്യം. അത് അവന് ഉത്തരം പറയാൻ പറ്റില്ല, നമുക്കും പറയാൻ പറ്റില്ല. അപ്പോൾ ജനിക്കാണ്ടിരിക്കാൻ എന്താ വഴി? അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ചിന്താഗതി. നമ്മൾ ജനിച്ചു കഴിഞ്ഞു, ഇപ്പോൾ ഇനി ജനിക്കാണ്ടിരിക്കാൻ എന്ത് ചെയ്യും? പാമ്പായിട്ടോ പൂച്ചയായിട്ടോ എലിയായിട്ടോ പട്ടിയായിട്ടോ നായയായിട്ടോ വേറെ മനുഷ്യനായിട്ടോ
സ്ത്രീയായിട്ടോ പുരുഷനായിട്ടോ രണ്ടും അല്ലാത്തതായിട്ടോ എന്തെങ്കിലുമൊക്കെ ജന്മം എടുക്കാണ്ടിരിക്കില്ല നമ്മളുടെ ഈ കയ്യിലിരിപ്പ് കാരണം. അതെങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും നമുക്ക് ഇനി? കാരണം രണ്ടാമതൊന്നും എടുത്താൽ പിന്നെ ഈ മരിക്കണ്ടേ, പിന്നെ ഈ അനായാസന മരണം എന്ന് ഞാൻ ജപിക്കണ്ട പോയിട്ട്. ഇതൊക്കെ എങ്ങനെ ഒഴിവാക്കാൻ പറ്റും പെർമനൻ്റായിട്ട്? എനിക്ക് വല്ല വഴിയുണ്ടോ മഹർഷിമാരെ? ഒന്ന് പറഞ്ഞുതരുമോ? പറഞ്ഞുതരാൻ കൂട്ടാ, ഉണ്ട്, വഴിയുണ്ട്. നീ എന്ത് വേണമെങ്കിൽ ചെയ്തോ, ഒരു കുഴപ്പമില്ല. എങ്ങനെ വേണമെങ്കിൽ നീ ജീവിച്ചോ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇനി വരാൻ പോണ കാര്യമില്ല. അത് ഞാൻ പറഞ്ഞ പോലെ ചെയ്യാൻ നീ എന്നാ പറഞ്ഞുതരുമോ? ജനിക്കാണ്ടിരുന്നാൽ മതിയേ. ഇതിപ്പോൾ കിട്ടാത്ത മരുന്നായാലും അമ്മിക്കൂമ്പ എന്നൊക്കെ പറഞ്ഞാൽ എവിടുന്നാ ഞാൻ കൊണ്ടുവരിക? കിട്ടണ മരുന്ന് ഇതിൽ എഴുതണ്ടേ? കിട്ടാത്ത മരുന്ന് എഴുതിയിട്ട് എന്താ കാര്യം? ജനിക്കാണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ജനിക്കാണ്ടിരിക്കണം? എൻ്റെ കയ്യിലാണ്, ഞാനാണോ ജനിപ്പിക്കണം? എങ്ങനെയാണ് ജനിക്കാണ്ടിരിക്കുക? വഴി എന്താ? അല്ലേ? അത് ചിന്താ വിഷയമല്ലേ, എങ്ങനെയാണ് ജനിക്കാണ്ടിരിക്കുക എന്നുള്ളത്? ഭഗവാൻ പറയുന്നത് ജനിക്കാണ്ടിരിക്കണമെങ്കിൽ ഒരേ ഒരു വഴിയുള്ളൂ. ജനിക്കാണ്ടിരിക്കുക എന്നുള്ളത് ഒരേ ഒരു വഴിയുള്ളൂ, മരണത്തിനെ മറികടക്കാൻ. ജനിക്കാണ്ടിരിക്കണമെങ്കിൽ അതിനെന്താ ചെയ്യേണ്ടത്? അതിനൊറ്റ വഴിയുള്ളൂ, ശരിക്കും മരിക്കുക. യെസ്, അസലായിട്ട് മരിക്കുക. പകുതി മരിക്കരുത്. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ ആന്തരിക തത്വം മനസ്സിലാവുന്നുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ പാമ്പിനെയൊക്കെ തല്ലിക്കൊന്നാലേ പിന്നാക്കം ഇങ്ങോട്ട് പോകുന്നു, തിരിഞ്ഞു നോക്കിയാൽ പിന്നെയും തലയും വാലും കിടന്ന് ഇങ്ങനെ ചിലപ്പോൾ ആർഡറുണ്ടാവും. അതിന് സന്ദർഭം വെച്ച് കൊടുക്കരുത്. തല്ലി കഴിഞ്ഞ് ചത്ത ഫുള്ളായിട്ട് അങ്ങോട്ട് ചാവണം. പിന്നെ അനങ്ങരുത്. അതോടുകൂടി അങ്ങോട്ട് ആപ്പീസ് കൂട്ടണം. അപ്പോൾ കംപ്ലീറ്റ്ലി ഡൈ, ഒരു ട്രേസും ഇല്ലാണ്ട് അങ്ങോട്ട് ഫുള്ളായിട്ട് മരിക്കണം. ഡൈ പ്രോപ്പർലി എന്നാണോ കറക്റ്റ് വാക്ക്? ശരിക്കും മരിക്കുക. അതാണ് അതിൻ്റെ ഒറ്റമൂലിക. മരിക്കുക എന്ന് പറഞ്ഞാൽ മരിക്കുക തന്നെ, കറക്റ്റായിട്ട് മരിക്കുക തന്നെ വേണം. നമ്മൾ ഈ ആർട്ട് ഓഫ് ലിവിങ് കോഴ്സിനൊക്കെ പോകാറില്ലേ? അതേപോലെ നമുക്കൊരു കോഴ്സ് തുടങ്ങണം, ആർട്ട് ഓഫ് ഡൈയിങ്. അതൊരു കലയാണ് അല്ലേ? ശരിക്കും മരിക്കുക എന്ന് പറയുന്നത് ഒരു കലയല്ലേ? ശരിക്കും ജീവിക്കണേക്കാൾ ബുദ്ധിമുട്ട് പിടിച്ച കലയാണ് ശരിക്കും മരിക്കുക എന്ന് പറഞ്ഞത്. എളുപ്പമല്ല ശരിക്കും മരിക്കുക പറഞ്ഞാൽ. നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് മരിക്കണ്ടോ? എവിടെ? ഈ ശരീരത്തിനെ മാത്രം വിട്ടിട്ട് ബാക്കിയുള്ളതൊക്കെ കൊണ്ടുപോകല്ലേ ചെയ്യണത്? എന്ത് മരണം അത്? ശരീരവും മനസ്സും ബുദ്ധിയും ഒക്കെ മരിക്കണം. ഈ വ്യക്തിത്വം അങ്ങനെ അങ്ങോട്ട് മരിക്കണം. ഒന്ന് മാത്രമേ മരിക്കാതെ ഉണ്ടാവുള്ളൂ, ആ ബാധ ഒഴിഞ്ഞ ജീവാത്മാവ് മാത്രം. നമ്മളൊക്കെ അങ്ങനെയാണ് മരിക്കണം. ജീവാത്മാവ് പോയിട്ട് മനസ്സിനെ നമ്മൾ കൊണ്ടുപോകണം. മനസ്സിനെ നമ്മൾ കൊല്ലണില്ല, ബുദ്ധിയെ നമ്മൾ കൊല്ലണില്ല, നമ്മളുടെ വാസനകളെ നമ്മൾ നശിപ്പിക്കുന്നില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് വേണ്ട ജീവാത്മാവ് ചളി പിടിച്ചിരിക്കുമ്പോൾ അവനെ ക്ലീൻ ചെയ്തിട്ട് റിലീസ് ചെയ്ത് വിടാൻ. ഇങ്ങനെയൊക്കെ ചെയ്താൽ ശരിക്കും മരിക്കും. ശരിക്കുള്ള മരണമാവും അത്. കൊണ്ടുപോകാൻ ബാക്കിയൊന്നും ഉണ്ടാവില്ല. അത് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ആ കൊണ്ടുപോയത് ക്ലീനാക്കാൻ ഭഗവാൻ ഇങ്ങോട്ട് വിടും. ഒരു വൺ മോർ പ്രോസസ്, തേ ബാക്ക് അഗെയിൻ സ്ക്വയർ വൺ. ഉണ്ടാവും പൊക്കോ. ആ പുസ്തകം എടുക്കും, നോക്കും ഏതാ പടക്കപ്പൻ അർഹതപ്പെട്ട യോനി ഏതാണ് നോക്കും. ഒരാൾ പറയും ശരിക്ക് പന്നി, ഓക്കെ വരാഹാവതാരമായിട്ട് പോക്കോ. ചിലർ പറയും മൂർഖനായിട്ട് പോക്കോ. ഇങ്ങനെ പല രീതിയിൽ നമ്മളെ വിടും. ചിലവരെ പറയും മനുഷ്യനായിട്ടൊരു ചാൻസും കൂടി കൊടുക്കുക. ഓക്കെ, കൊടുത്തു. പ്രൊബേഷൻ പീരീഡ് അല്ലേ ഉണ്ടായിരുന്നേ, പോട്ടെ സാരിൽ ഒരു ട്രയലും കൂടി നോക്കാം. അതെവിടെ വേണം? അത് മഹാപരമദരിദ്രനായിട്ട് ജനിക്കണം. എന്നിട്ട് അവിടുന്ന് പൊങ്ങി വരണവൻ. അങ്ങനെ പോക്കോ. അതല്ലാണ്ട് അവന് കുറച്ചൊരു കയ്യിലിരിപ്പുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ബേസിക്കലി ഈസ് ഗുഡ് നേച്ചേർഡ്. അപ്പോൾ കുറച്ചൊരു കയ്യിലിരിപ്പുണ്ട്, അതൊന്ന് കളയണം. അതിനെന്താ ചെയ്യുക? ഒരു കാര്യം ചെയ്യുക, നല്ലൊരു തറവാട്ടിൽ കൊണ്ടിടുക. അവിടുന്ന് വളർന്നു വന്നോളും, അവരുടെ കൾച്ചറിൽ ഇങ്ങനെ വളർന്നു വന്നോളും, അതൊക്കെ തന്നെ പൊക്കോളും. അങ്ങനെ ഒന്നും ചെയ്യുക. അപ്പോൾ കുറേ ഹൈലി ഇവോൾവ്ഡ് ഫാമിലി, ഗോഡ് ഫിയറിങ് ഫാമിലി, അങ്ങനെയുള്ളതിൽ കൊണ്ടിടുക. ഇതൊക്കെ എവിടെ ഭഗവാൻ ഇടുക നമുക്കറിയില്ലല്ലോ. കാരണം നമ്മളുടെ കയ്യിരിപ്പ് അനുസരിച്ചിട്ടാണ് അങ്ങൊരു കാറ്റഗറൈസ് ചെയ്യണത്. ഇത് അങ്ങൊരു സ്വന്തം അഭിപ്രായമൊന്നുമല്ല.
അപ്പോൾ മരിക്കണ സമയത്ത് ഇതൊക്കെ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് കൊണ്ടുപോയതൊക്കെ അതിൻ്റെ ഫലം അനുഭവിക്കാൻ തിരിച്ചു വരേണ്ടി വരും. അപ്പം ശരിക്കുള്ള മരണം നമ്മൾ എങ്ങനെ മരിക്കും? വാട്ട് ഈസ് ഹൗ ടു ഡൈ പ്രോപ്പർലി? വലിയൊരു സബ്ജക്റ്റ് അതല്ലേ, ചില്ലറ സബ്ജക്റ്റ് അല്ല. ഹൗ ടു ഡൈ പ്രോപ്പർലി, അയ്യോ, ഹൗ ടു ലിവ് പ്രോപ്പർലി, ആർട്ട് ഓഫ് ലിവിങ്, ഇതൊക്കെ നമുക്ക് പഠിക്കാം. ഇതിനൊക്കെ ആചാര്യന്മാരുണ്ട്. ആർട്ട് ഓഫ് ഡൈയിങ്ങിന് ആരാ ആചാര്യൻ? ഓരോരുത്തർക്കും അവരെന്നെ ആചാര്യവേഷം കിട്ടുക നല്ലത്. അവനവൻ തന്നെ ആചാര്യനാവുക, അതാ നല്ലത്. അല്ലെങ്കിൽ പറ്റില്ല. ആർട്ട് ഓഫ് ലിവിങ്ങിലെ ഗൈഡ് ലൈൻസും സുദർശനക്രിയൊന്നും ഈ മരിക്കണതിന് അപ്ലിക്കബിൾ അല്ല. അങ്ങനത്തെ ഒന്നും പറ്റില്ല. അങ്ങനത്തെ ടെക്നിക്കൊന്നും ഇവിടെ പറ്റില്ല. ഇവിടെ ഓരോരുത്തർക്കും അവനേതായിട്ടുള്ള ടെക്നിക്കുണ്ട്. കാരണം അവനവൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് വിട്ട് കളഞ്ഞു പോണത്. അത് എന്തൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉള്ളത്, പിന്നെ ബാലൻസ് എന്തൊക്കെയുള്ളത്, ഒരു ഫുൾ ഡിസ്ക്ലോഷർ വേണ്ടേ? ഈ ഫുൾ ഡിസ്ക്ലോഷർ ഇല്ലാണ്ട് അവൻ എങ്ങനെ ഇതൊക്കെ വിടും? ഇത് ആരോടെ ഡിസ്ക്ലോസ് ചെയ്യവൻ? അതിനും വിശ്വാസമില്ല. ഒരാളോടും പറയില്ലല്ലോ ആഗ്രഹങ്ങൾ ഇന്നതാണ്, എൻ്റെ ബാലൻസ് ഇതാണ്, എൻ്റെ അതാണ് ഇതാണ്. പേഴ്സണൽ, വ്യക്തിപരമായിട്ടുള്ള പേഴ്സണൽ ഡാറ്റ കളക്ട് ചെയ്യാൻ പാടില്ലല്ലോ ഇപ്പോൾ, ഇല്ലേ? അതല്ലേ ഇപ്പോൾ പ്രശ്നം, വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നത്. ഒരാളോടൊരു പേര് ചോദിച്ചുകൂടാ, ഒരാളുടെ വിവരം ചോദിച്ചുകൂടാ. അതൊക്കെ പേഴ്സണൽ ഡാറ്റയാണ്, പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അങ്ങനെ ചോദിക്കുന്നതൊക്കെ ഒഫെൻസീവാ, എന്താ പറയുക, പണിഷബിളാ. ഇറ്റ് ഈസ് ഓൾ കൾപ്പബിൾ. അപ്പോൾ ആരും പറയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അത് ആരൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുക? ശരിക്കും മരിക്കേണ്ട കാര്യം അവനോ തന്നെ മനസ്സിലാക്കണം. എങ്ങനെ ശരിക്കും മരിക്കാമെന്ന് അവനോ തന്നെ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കണം. ഓരോരിക്കൽ പോയിട്ട് അല്ലെങ്കിൽ ഓരോരുത്തരോട് ചോദിച്ചിട്ട് നാട്ടുവിവരം എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. എങ്ങനെ, അതേ ഇങ്ങനെ കേൾക്കാണ്ടല്ലോ, എന്താ അതിന് വഴി അറിയോ? അങ്ങനെയൊന്നും അറിയില്ല. എന്നാൽ ചില കാര്യങ്ങളൊക്കെ അറിയാം. ഞാൻ പറഞ്ഞത് എനിക്ക് അറിയുന്നത് ഞാൻ പറഞ്ഞതാ. മറ്റേ ഞാൻ വല്ല പുസ്തകം നോക്കിയിട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം. നോക്കട്ടെ, വല്ല ഇൻ്റർനെറ്റിലിട്ട് തപ്പിയാൽ കിട്ടുമെന്ന്. ഗൂഗിളിലോ ഇൻ്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കട്ടെ, ഹൗ ടു ഡൈ പ്രോപ്പർലി, കിട്ടുമോ നോക്കാം. അങ്ങനെ ഇൻഫർമേഷൻ ശേഖരിച്ച് വേണം പോകാൻ. പക്ഷേ ഈ ഇൻഫർമേഷൻ ശേഖരിക്കാൻ അധികം സമയമായി കഴിഞ്ഞാൽ ഇടയ്ക്ക് എൻ്റെ ഫീസ് പോകും കേട്ടോ, അതും സൂക്ഷിക്കണേ. അപ്പോൾ ഫീസ് പോണതിൻ്റെ മുമ്പ് വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ, അല്ലെങ്കിൽ പിന്നെ കാര്യമില്ല. ഫീസ് പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഫീസ് പോണതിൻ്റെ മുമ്പേ ആർട്ട് ഓഫ് ഡൈയിങ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം നമ്മൾ. എങ്ങനെയാണ് ശരിക്കും മരിക്കുക, ഡൈ ഫുള്ളി ഓർ ഡൈ പ്രോപ്പർലി, അതിനെന്താ വഴി? അതിന് ഒരൊറ്റമൂലികയുണ്ട്. ഈ മഹർഷിമാർക്ക് ഒറ്റമൂലിക മഹാപ്രധാന കേട്ടോ. എന്ത് അസുഖത്തിനും ഒരു ഒറ്റമൂലികയാണ്. ഇതിനും ഭഗവാൻ 8ാമത്തെ അധ്യായത്തിൽ ഒരു ഒറ്റമൂലിക കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇന്നിപ്പോൾ സമയമായി, നാളെ ഡിസ്കസ് ചെയ്യാം. ഏതായാലും ഈ അമൃത്യു എനിക്ക് തോന്നുന്നു 2 ദിവസം കഴിഞ്ഞു ഇപ്പോൾ അല്ലേ? ഇനിയിപ്പോൾ എവിടെ എത്തിയിട്ടില്ല നമ്മൾ. നാളത്തെ കൂടി കൊണ്ട് കഴിക്കാമെന്ന് ഞാൻ വിചാരിക്കണം. അത് ഒരു ആസ്പെക്റ്റ് നമ്മൾ കഴിഞ്ഞു. 2ാമത്തെ ആസ്പെക്റ്റ് എങ്ങനെയാണ് ജനിക്കാണ്ടിരിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ജനിക്കാണ്ടിരിക്കണമെങ്കിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, മര്യാദയ്ക്ക് മരിക്കണം. ഡീസൻറ്റ് ഡെത്ത് ഇല്ലേ എന്നൊക്കെ പറയില്ലേ നമ്മൾ. ഒരു വൾഗർ ഡെത്ത് ആവരുത്. വൾഗർ ഡെത്ത് ഞാൻ ഈ ആക്സിഡൻ്റ് ഒന്നല്ല ഉദ്ദേശിക്കാൻ കേട്ടോ, അങ്ങനത്തെ വൾഗർ ഡെത്ത് അല്ല. ഇറ്റ് ഷുഡ് ബി എ പ്രോപ്പർ ഡെത്ത്, എ ഡീസൻറ്റ് ഡെത്ത്, പെർഫെക്റ്റ് ഡെത്ത്, നോട്ട് ടു റിട്ടേൺ. തിരിച്ചു വരാൻ പറ്റാത്ത ഒരു റിട്ടേൺ ആയിരിക്കണം. തിരിച്ചു വരാൻ ആവശ്യമില്ലാത്തൊരിതായിരിക്കണം. ഒന്നും ഇവിടെ മറന്നു വെച്ച് പോകരുത്. എല്ലാം ഇവിടെ വെച്ചിട്ട് വേണം അങ്ങോട്ട് കൊണ്ടുപോകാൻ. ഒന്നും കൊണ്ടുപോകരുത്, ഒന്നും മറക്കരുത്. അറിയാണ്ട കയ്യിലെടുത്ത് വെക്കരുത്. പോക്കറ്റൊക്കെ കാലിയാക്കണം. എന്തെങ്കിലും ഒരു ബീഡിക്കുറ്റി പോക്കറ്റിൽ പെട്ടുവോ അത് വലിക്കാനായിട്ട് ജമ്മെടുക്കേണ്ടി വരും. യാതൊരു സംശയമില്ല. അത് ജനറൽ ലോ, ദാറ്റ് ഈസ് ഹിസ് ലോ. നമുക്ക് മാറ്റാൻ ഇതിപ്പോൾ ആ ഒരു ബീഡി കഷ്ണത്തിന് അയാൾ ഇപ്പോൾ ഇത്ര ബഹളം കൂട്ടും. ആ ബീഡി വലിക്കാനായിട്ട് നിങ്ങൾക്കൊരു ജമ്മെടുക്കേണ്ടി വരും. ഒരു ലക്ഷം പുകലെടുത്ത് കൈ പിടിച്ചു, ആ പുകല മുറുക്കാനായിട്ട് എടുക്കേണ്ടി വരും. ചെല്ലം മേടിക്കേണ്ടി വരും, ചുണ്ണാമ്പ് മേടിക്കേണ്ടി വരും. കാരണം ഈ പുകല കഷ്ണം കയ്യിലുണ്ട്. ഇതിനു വേണ്ടിയിട്ട് കൗബീന സംരക്ഷണാർത്ഥം പറഞ്ഞ പോലെ, സന്യാസിക്ക് പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും ചെയ്യേണ്ടി വരും.
അതൊക്കെ അവോയ്ഡ് ചെയ്യണോ, അടുത്ത ജന്മം ഇല്ലാതെ ആക്കണോ? എന്നാൽ മരണം ഉണ്ടാവില്ലല്ലോ, ജനിച്ചില്ലെങ്കിൽ മരിക്കില്ലല്ലോ. അപ്പോൾ ആ ജനനം ഇല്ലാതെ ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ശരിക്കും മരിക്കുക. ആ ശരിക്കും മരിക്കണതിൻ്റെ ഒരു ഒറ്റമൂലിക നമുക്ക് 8-ാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട് നമുക്ക്. അത് നമുക്ക് നാളെ നോക്കാം. ഓക്കെ, അപ്പം അതുവരെ നാളെ നല്ല ദിവസമാണ്, ഓണാണ്. ഓണത്തിന് നമുക്ക് ഈ അമൃത്യുവിൻ്റെ കലാശക്കൊട്ട ആവാം. അപ്പോൾ അത് നാളെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെയും ഒരു ശ്ലോകം കൂടി, ഒരു നാമം കൂടി നമുക്ക് എടുക്കാൻ നാളെ സമയം ഉണ്ടാവും. അധികം സമയം ഉണ്ടാവില്ല, ഒറ്റമൂലികയല്ലേ, വേഗം തീർക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഭവാനി കൃഷ്ണ ഗുരുവായൂരപ്പ.